എല്ലാരും പറയും എന്തിനാ കല്യാണം കഴിക്കുന്നത് നീ ഗുണ കേവിലാണ് വീടാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് എത്ര പേര് പറഞ്ഞു. കാര്യത്തിൽ പറയും സമയം എടുത്തോ കൊച്ചിനെ കരച്ചില്ല എപ്പോ സമ്മതിക്കും പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കും. എനിക്ക് നിന്നെ തന്നെ വേണം. ഞാൻ ഇങ്ങനെ ഹൃദയം തുറന്നു കാണിച്ചപ്പോൾ ഇവൻ വേണ്ട പ്ലീസ് നിർത്തുന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ കട്ടയ്ക്ക് അപ്പൊ ഞാൻ കാക്കറോട്ടെന്ന് കിടക്കുന്നതിന് ഒരു ഈ ചേർത്ത് സ്നേഹത്തോടെ കാക്കറോട്ടിന്ന് വിളിച്ചു തുടങ്ങി. എല്ലാരും ഇപ്പൊ അങ്ങനെ വിളിക്കും. ചപ്പാത്തി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, ദോശ ചൂടും, ചിക്കൻ കൊഞ്ച് വറക്കും. എന്റെ വീട്ടിലെ എന്റെ സെലക്ഷൻ കൊള്ളാം എന്ന് എന്റെ അമ്മയച്ചനും പറഞ്ഞപ്പോ എനിക്ക് ഹാപ്പി. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നയന ജോസൻ ആൻഡ് നയനയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഗോകുൽ. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യത്തെ എൻഗേജ്മെന്റ്. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗോകുൽ ആദ്യമായിട്ടായിരിക്കും ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഒരാളിങ്ങനെ സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, പിന്നെ പറയാനുള്ള എൻഗേജ്മെന്റ് ഡ്രസ് അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാരും പറഞ്ഞു, ഒത്തിരി പേര് പറഞ്ഞു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ശബരി ചേട്ടൻ. ശബരി ചേട്ടനാണ് അത്. ഞാൻ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കാണ്. പക്ഷെ ഞാനിങ്ങനെ ശബരി ചേട്ടൻ അറിയാലോ, ഒത്തിരി ആർട്ടിസ്റ്റിന്റെ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾ ഡാൻസിങ് സ്റ്റാർസ് റിയാലിറ്റി ഷോയിലൊക്കെ വരുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ചേട്ടാ എൻ്റെ എൻഗേജ്മെൻറ്റ് ചേട്ടൻ ചെയ്യണം. അപ്പോൾ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വയലറ്റ് ഗ്രീൻ കോമ്പിനേഷൻ വേണം. അതങ്ങനെ കണ്ടിട്ടില്ല, റെയർ ആണ്. അപ്പോൾ ശരിയടി എന്ന് പറഞ്ഞു പോയി. പിന്നെ ഒരു വിവരമില്ല, എങ്ങനെ മെറ്റീരിയലിന് പടം അയച്ചു തന്നിട്ടില്ല, എന്താണ് ഡിസൈൻ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മള് അത് കിട്ടിയത് എപ്പോഴും 3 ദിവസം മുന്നെയാണ് കിട്ടിയത്. അപ്പോഴാണ് ഒരു 1 വീക്ക് അല്ല, നമ്മൾ നേരത്തെ ഫോട്ടോ റെഫറൻസ് അയച്ചു കൊടുത്തു. പിന്നെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു വിവരമില്ല, മുങ്ങി ഇനി തപ്പി എടുക്കണം. ആ ഒരു എഫക്റ്റ് ആയിരുന്നു. പക്ഷെ ഇനി വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ വിളിച്ചു നോക്കി, ഇല്ല അൺനോൺ നമ്പർ അല്ലേ, പറ്റൂല. ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. കാരണം ആ മെയ് മാസം എന്ന് പറയുമ്പോൾ കല്യാണങ്ങളുടെ ഒരു ബഹളമാണല്ലോ. പിന്നെ സമയമായപ്പോൾ ഒരു 2 വീക്സ് ബിഫോർ ഒക്കെ ആയപ്പോഴത്തേക്കും കോൾ എടുത്തു. പിന്നെ സംസാരിച്ചു, ഓൾറെഡി പുള്ളിക്കാരെ സംസാരിച്ചു. പിന്നെ നമ്മൾ എറണാകുളത്ത് പോയി പുള്ളിക്കാരായിട്ട് മീറ്റ് ചെയ്ത് പിന്നെ അവിടെ വെച്ച് ഡ്രസ്സ് അല്ല അത് പിന്നെ പെട്ടെന്നായിരുന്നു, പിന്നെ ഫാസ്റ്റ് ആയിരുന്നു. അവിടെ ചെന്ന് ഡ്രസ്സ് കണ്ടപ്പം എന്റെ അമ്മ എന്റെ അനിയത്തിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെ ആണ്. അവര് ഫുൾ ഈ കോസ്റ്റ്യൂം ആണ്. ഞങ്ങൾക്ക് ഡാൻസ് കോസ്റ്റ്യൂംസ് റെന്റൽ ഷോപ്പ്. അവർക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതുകൊണ്ടപ്പോഴത്തേക്ക് കൊള്ളാം. പക്ഷെ എനിക്ക് കുറച്ച് കുറവാണ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഫാഷൻ സെൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിവരം. അപ്പൊ ഇവര് പറഞ്ഞപ്പോഴത്തേക്കും അടിപൊളി സെറ്റ് എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് ഇട്ടപ്പോ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പക്ക. പിന്നെ ഓർണമെന്റ്സും എല്ലാം മേക്കപ്പും എല്ലാം വന്നപ്പോ അതും നമ്മുടെ ആക്ട്രസ് ആണ് മൃദുല ചേച്ചിയുടെ ഷോപ്പാണ് പ്യുവർ അല്ലൂറിൻ എറണാകുളം. അല്ല, സിനിമയിലൊക്കെ ഉള്ള ചേച്ചി മൃദുല മംഗലശ്ശേരി അങ്ങനെയാണ് തോന്നുന്നു ഫുൾ നെയിം ചേച്ചിയുടെ. മൃദുല ചേച്ചി മിഥുൻ ചേട്ടൻ രണ്ടുപേരും പണ്ടോട്ടെ അവര് ആങ്കറിങ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പം ചേച്ചിയുടെ ഒരു ഷോപ്പായിരുന്നു അവിടെ പോയി. അത് എറണാകുളം. ഞങ്ങളുടെ എല്ലാം ചെരുപ്പ് തൊട്ട് കമ്മല് മാല ഡ്രസ്സ് എല്ലാം ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വാങ്ങിയത്. അങ്ങനെ ഞാൻ ഇപ്പൊ കറന്റ് പ്രൊഫഷണൽ ഡാൻസർ ആണ്. അപ്പം ഡാൻസ് ഫീൽഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മുമ്പ് ഞാൻ ആക്ച്വലി പഠിച്ചു കഴിഞ്ഞ് നേരെ IT ഫീൽഡിലോട്ടായിരുന്നു. ഒരു ടെക്കി ലൈഫായിരുന്നു. പിന്നെ ആ സമയത്താണ് ഞാൻ ആക്ച്വലി ഡാൻസ് തുടങ്ങിയത്. പിന്നെ ആദ്യം കണ്ടത് ഞാൻ ഡാൻസിലോട്ടാണ് പോയത്. ഓക്കെ, ലൈക്ക് ഫസ്റ്റ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ലൈക്ക് ഞാൻ പാരലലി ഞാൻ ഡാൻസ് പഠിക്കാനാണ് പോയത്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ ഞാൻ വർക്കായിട്ട് കയറി, അവർ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊരു പാഷൻ പ്ലസ് വർക്ക് എന്ന രീതിയിൽ അതങ്ങ് പോയി. പിന്നെ ഇവിടെ ഒരു കാലില് IT ഫീൽഡിൽ ഒരു കാലില് ഡാൻസിലോട്ട്. ഇപ്പൊ കറന്റ് 2 കാല് ഇപ്പൊ ഡാൻസിലോട്ട്. അതെ, ഇൻസ്ട്രക്ടറായിട്ട് ഗ്രൂവീസ് ഡാൻസ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാം. അവിടെ ഇൻസ്ട്രക്ടറാണ്, മാനേജർ, അങ്ങനെ എല്ലാം ഉണ്ട്. ഓൾ ഇൻ ഓൾ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാം. അവിടെ ഞാൻ അങ്ങനെ വിഷ്ണു ഗ്രൂവി ചേട്ടന്റെ സ്റ്റുഡിയോ ആണ് ഈ ഗ്രൂവീസ് ഡാൻസ് സ്റ്റുഡിയോ. അപ്പോൾ വിഷ്ണു ചേട്ടന്റെ കൂടെ ഞാൻ അമൃത TVയിൽ ഒരു ഷോയിൽ
പെയറായിട്ട് ചേട്ടൻ്റെ കൊറിയോഗ്രാഫി പ്ലസ് എൻ്റെ കൂടെ പെയറായിട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരാൾ വടിയും പിടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ. അവിടെ ഒരേ ജാള. അവന്റെ വിചാരം ഞാൻ എന്തോ സെലിബ്രിറ്റി ആണ്. അപ്പൊ ഹെയർ ഇല്ല, മുടി ഫുൾ ഒന്നുമില്ല, സാധാ ഹെയർ കട്ട്. പക്ഷെ മുഖത്തൊന്നും നോക്കുന്നില്ല, അങ്ങനെ ഭയങ്കര ജാട. പക്ഷെ അന്ന് നമുക്ക് അറിയില്ല ഇത് നൈന ജോസൻ ആണോ ആരോ, നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന ഒരു കുട്ടി ഒരു വർക്കിന് വന്നു, അങ്ങനെ ഞങ്ങള് റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് അല്ല എന്ന് പറഞ്ഞാൽ അടുത്ത് ഇപ്പൊ ഒരു നമ്മൾ ടി വി കാണുന്ന ഒരു ഫേസ് പെട്ടെന്ന് അടുത്ത് നമുക്ക് പെട്ടെന്ന് അറിയില്ല. പിന്നെ ചോദിച്ചു എടാ ഇത് മറ്റേ കുട്ടി ഇത് അതാണ് നോർമലി ഏത് കുട്ടി എനിക്ക് മനസ്സിലായില്ല. പിന്നെ വീഡിയോ ഒക്കെ കാണി പിന്നെ കൂടെ ഉള്ള ഒരു വീഡിയോ കാണിച്ചിട്ടാണ് മനസ്സിലായത് ഓ ഇത് ഇതാണെന്ന്. പക്ഷെ ഇതിന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതാണെന്ന് അപ്പൊ നമ്മൾ അത്ര ഹായ് ബൈ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് എനിക്ക് പഠിപ്പിക്കാൻ ഗ്രൂവീസിൽ പിന്നെ ഞങ്ങൾ ഒരു ബാറ്റിൽ ഒരു വർക്ക്ഷോപ്പിന് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ പരിചയമുണ്ടല്ലോ. അപ്പം കാരണം ഇവൾക്ക് അവിടെ അറിയില്ലായിരുന്നു ആ കൂട്ടത്തില്. ഏകദേശം ഒരു ഫസ്റ്റ് ടൈം ആയിട്ടാണ് അങ്ങനത്തെ ബാറ്റിൽസിനൊക്കെ പോയി തുടങ്ങി. അപ്പൊ നമ്മൾ അന്ന് പിന്നെ പരിചയപ്പെട്ടു. പിന്നെ അന്ന് ഒരുമിച്ചായിരുന്നു വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം പിന്നെ ബാക്ക് ടു വർക്ക് രണ്ട് സൈഡിൽ പോയി, പിന്നെ അങ്ങ് പോയി. പിന്നെ വീണ്ടും ഇതേപോലെ വിഷ്ണുവേട്ടൻ തന്നെയാണ് വിഷ്ണുവേട്ടൻ ചോദിച്ചു ഗ്രൂവീസിൽ ഡാൻസ് പഠിപ്പിക്കാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കൊറോണ സമയത്തൊക്കെ. അപ്പൊ ഞാൻ ഓക്കെ വെറുതെ ഇരിക്കല്ലേ, കൊറോണ സമയത്ത് വർക്കും ഇല്ല, ഓൺലൈൻ ക്ലാസ് എടുക്കാമോ എന്ന് വെച്ചാൽ ഷോസ് ഒന്നും ഇല്ല, പിന്നെ എല്ലാം സ്റ്റോപ്പ് ആയല്ലോ കൊറോണ ടൈമിൽ. അപ്പൊ പിന്നെ നമ്മൾ പതിയെ ഓൺലൈൻ ഞാൻ പറയട്ടെ. അപ്പം എന്താ പറയാ ഡാൻസ് അപ്പൊ നമ്മൾക്ക് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ ക്ലാസ്സിനെ പറ്റിയൊക്കെ ചോദിക്കാനും. പിന്നെ ഇവൻ അങ്ങനെ അത്രയ്ക്ക് ഗേൾസ് ഫ്രണ്ട്സ് ഇല്ല അല്ലേ, അങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല. നോർമലി നമ്മളിപ്പം കാര്യം പറയാ പോവാ അങ്ങനത്തെ ഒരു ഇത് തന്നെ. എനിക്കും അതുപോലെ ഫുൾ ടൈം ചാറ്റ് ചെയ്തിരിക്കാനൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലില്ല. പക്ഷെ ഇവന്റെ അടുത്ത് എന്താന്ന് പറഞ്ഞൂടാ, ഫുൾ ടൈം ചാറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തോന്നുന്നു. അവനും ഇതുപോലെ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറയുന്ന ടോപ്പിക്ക് ഏകദേശം ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം രണ്ട് ഒരേ പ്രൊഫഷണൽ സൈഡാണ്, പക്ഷെ രണ്ട് സൈഡിലാണ്. കാരണം ഇവള് ആക്ച്വലി റിയാലിറ്റി ഷോ അങ്ങനത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ ആഗ്രഹമുണ്ട്. ലൈക്ക് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വർക്ക് ചെയ്യുന്നത്. അത് എനിക്ക് ഇവൾക്ക് പഠിപ്പിക്കാനാണെങ്കിലും ലൈക്ക് അങ്ങനത്തെ ക്ലാസ് ആയിട്ട് അതും ഇവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി വിളിക്കും, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവൻ ആദ്യമേ പറഞ്ഞു നമ്മൾ സെയിം അല്ല, ഇവൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ റിലേഷനിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇവന് ഭയങ്കര ഇതാ ലൈക്ക് വേറെ ലവ് ഒന്നും പാടില്ല. ഇതിലോട്ട് നമ്മള് പേഴ്സണൽ ലൈഫ് അല്ല അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാതെ വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് മാത്രം. അങ്ങനെ ആദ്യമേ പറഞ്ഞു റിലേഷൻ ഒന്നും ആവാൻ പാടില്ല. അങ്ങനെ നോർമലി പറയും നമുക്ക് കണ്ടിട്ടുണ്ട് നോർമലി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആദ്യമേ അങ്ങനെ പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു നോർമലി ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാൽ എപ്പോഴെങ്കിലും ഒരു സ്പാർക്ക് തോന്നും, അത് നാച്ചുറൽ ആണ്. അപ്പൊ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം. ലൈക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലാണ് പിന്നെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ കാരണം നമ്മൾ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. ഇപ്പൊ ഇവള് വേറെ സ്ഥലത്ത് ഞാൻ വേറെ സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, തോന്നിയാലും നമുക്ക് പിന്നെ പറഞ്ഞ് സെറ്റ് ആക്കാം. പിന്നെ ഇത് ഒരേ പ്രൊഫഷനാണ്, നമ്മൾ ഡെയിലി വർക്ക് ചെയ്ത് വരുന്നുണ്ട്. ലൈക്ക് ആ ടൈമിൽ ഇല്ലാത്ത പെട്ടെന്ന് ഇത് ആൾക്കാർ അറിയുമ്പോഴും ലൈക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ പണ്ടേ തൊട്ടേ റിലേഷൻ ആണെന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷെ ഞങ്ങൾ ഡെയിലി വിളിക്കും, വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറയും, അവന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറയും. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് പേരൻസ് എങ്ങനെയാണ്, റിലേറ്റീവ്സ് എങ്ങനെയാണ്, എന്റെ സൈഡിലുള്ള എന്റെ വീട്ടുകാർ, എന്റെ അനിയത്തി എല്ലാം ഇവനെ അറിയാം. പിന്നെ ഞാൻ എത്രയോ ചെക്കന്മാരെ കാണുന്നു, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ആളുകളെ കാണുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതായിരിക്കും എന്റെ ചെക്കൻ, ഇതായിരിക്കും എന്റെ ചെക്കൻ, ഓരോരുത്തരെ നോക്കുമ്പോഴിങ്ങനെ. പക്ഷെ എനിക്ക് എന്തോ ആരോടും ആ ഒരു രീതിയിൽ കാണാൻ തോന്നില്ല. അതൊക്കെ ഉണ്ട്, എനിക്ക് ലവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ ലൈഫിൽ ഉണ്ടായിരുന്നു, ഇവനും ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും. അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ബ്രേക്കപ്പ് ആയി. അത് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള എന്റെ വീട്ടിൽ താല്പര്യം ഇല്ലായിരുന്നു, പിന്നെ എനിക്കും പറ്റിയൊരു ചെക്കനല്ലായിരുന്നു. അങ്ങനെ കുറെ കോളേജ് സമയത്തൊക്കെ ലവ് ഒന്നും ഇല്ലായിരുന്നു, ഫുൾ ഇങ്ങനെ അലമ്പി നടക്കുന്നു. പക്ഷെ എനിക്ക് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി ഇങ്ങനെ ഇതാണ് ഇനി എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഗൂഗിളിൽ എന്റെ എല്ലാ കാര്യങ്ങളും. ഇനി പുതിയൊരു ചെക്കനെ കണ്ടുപിടിച്ച് മിണ്ടി എന്തൊരു മെനക്കേടായി. ഗൂഗിളാകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ഒരു കള്ളത്തരം ഒന്നുമില്ല. പിന്നെ 200% ആത്മാർത്ഥതയാ. എന്ത് ചെയ്താലും ഭയങ്കര ആത്മാർത്ഥത, കള്ളത്തരമേ ഇല്ല.
ഒരാൾക്ക് വിശ്വസിച്ച് എന്തും ഏൽപ്പിക്കാം ഗോകുലിനെ. പിന്നെ ഞാൻ എപ്പോഴും കാണുന്നില്ല എത്ര പേരൻസ് ആയിട്ട് ഡീൽ ചെയ്യണേ. ഇതിപ്പോൾ ഏത് പേരൻസിനോട് ചോദിച്ചാൽ അവർ പറയും ഭയങ്കര പെർഫെക്റ്റ് ഡീലിങ്സ് ആണ് എല്ലാവരുമായിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ചെക്കനെ ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ, മതിയല്ലോ പൊക്കിയത്. സോ അങ്ങനെ അതാണ് സത്യം. അതെനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ഫാമിലിക്കൊക്കെ ഭയങ്കര ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു ഫാമിലി ബോയാണ്. അപ്പൊ എനിക്ക് ശരി ഓക്കെ. അപ്പൊ തന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞു അമ്മയോട്. അത് ഞാനാണ് പ്രപ്പോസ് ചെയ്തത്. ഇവൻ അതൊക്കെ കുറെ ഉണ്ട് പറയാൻ. കേട്ടപ്പോ എന്റെയാ ഇവിടെ ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ എടുത്തടിച്ച് നോ പറഞ്ഞു. ഞാൻ നോ പറഞ്ഞു കേട്ടു, വേണ്ട മോനെ. കാരണം ഇവൻ എന്റെ ഫാമിലി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് റിലീജിയൻ കാസ്റ്റ് ഒന്നും കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനായിരിക്കണം എന്ന് എന്റെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവന്റെ ഞാൻ ആക്ച്വലി ലൈക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ റിലേഷൻ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നില്ല നോർമലി. സോ നോർമലി ഇപ്പൊ ഒരു പ്രപ്പോസൽ ആക്ച്വലി ലവ് മാരേജ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ലൈക്ക് ഇത് എങ്ങനെയാ പോകുന്നത്, അവിടെ പോയി സംസാരിക്കണം, എങ്ങനെ അതൊന്നും എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. സോ നമ്മൾ വരണമെങ്കിൽ അതൊന്നും അറിയില്ല, ഒരു പാവം. പക്ഷെ ഇവന്റെ വീട്ടില് അത്രയും ഒരു സപ്പോർട്ടീവ് ആയിരിക്കില്ല ഫോർ ഡിഫറെന്റ്. എനിക്ക് എന്റെ ഫാമിലിയെ പറ്റി ഒരു അവനാ നല്ലോണം അറിയാലോ. അപ്പോൾ ഇവൾക്ക് അത്ര അറിഞ്ഞൂടെങ്കിലും ലൈക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും ലൈക്ക് ഞാൻ നോക്കുന്നത് മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡ് എല്ലാം നോക്കിയിട്ട് നമ്മൾ വാക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തടിച്ച് പറഞ്ഞു മോളെ നടക്കത്തില്ല, വേണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞു. കാരണം അവന്റെ വീട്ടില് എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനെക്കാട്ടി ഇപ്പോഴേ വേണ്ടെന്ന് വെക്കുന്നല്ലേ നല്ലത്. അനി അങ്ങോട്ട് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവൾക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ആക്ച്വലി ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇഷ്ടത്തിനപ്പുറം നമ്മൾ ബാക്കി എല്ലാ സൈഡും നോക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തടിച്ചങ്ങ് നോ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കൂല. എനിക്ക് നിന്നെ തന്നെ വേണം. ഞാൻ ഇങ്ങനെ ഹൃദയം തുറന്നു കാണിച്ചപ്പോൾ ഇവൻ വേണ്ട പ്ലീസ് നിർത്തുന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ നെക്സ്റ്റ് കുറെ ടൈമായി. പിന്നെ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ലൈക്ക് ഈ ഒരു കൺസ്ട്രെയിൻ ഇല്ല ഫാമിലി അവർ കാരണമാണ് ഞാൻ ആക്ച്വലി ഇത് നോ പറയുന്നത്. ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടുത്തെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എടാ എനിക്ക് വേറൊരു സൈഡ് നോക്കുന്നില്ല, ലൈക്ക് ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഫ്രാങ്കായിട്ട് ഇഷ്ടമാണ്, എനിക്ക് അക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഒത്തിരി പ്രോബ്ലം എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ആദ്യമേ നമുക്ക് നോക്കാടി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എനിക്ക് ഡൗട്ടാണ്. കാരണം ഇവന്റെ മുടിയൊക്കെ ഒരു എല്ലാരും ഇങ്ങനെ ഇത് എന്ത് ഈ മുടിയൻ അങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മുടിയൊക്കെ വളർന്നു. അപ്പൊ ഇവന്റെ മുടി വെച്ച് തന്നെ എല്ലാരും ജഡ്ജ് ചെയ്യും, ഇവൻ എന്താ ഫുൾ കഞ്ചാവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇവനൊന്നും തൊടാത്തൊരു വ്യക്തിയാണ്. ആൾക്കാർ അങ്ങനെയല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഡാൻസ് ഫീൽഡ് കൂടെ പറയുമ്പോഴത്തേക്കും എന്റെ ഫാമിലി സൈഡ് അല്ലെങ്കിൽ എന്റെ നാട്ടുകാര് ആ സൈഡ് തന്നെ അവർ തന്നെ പറയും കഞ്ചു പഠിച്ചു നടക്കുന്ന ചെക്കൻ എന്നൊക്കെ പറയും. അത് വേറെ അത് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി. അപ്പൊ എന്റെ വീട്ടില് എനിക്ക് പേടിയായിരുന്നു, അക്സെപ്റ്റ് ചെയ്യൂ അമ്മ അച്ഛനും എങ്ങനെയാണ്. പക്ഷെ അമ്മ ആദ്യമേ തന്നെ പറഞ്ഞത് നമുക്ക് നോക്കാടി എന്ന് പറഞ്ഞു. അപ്പയ്ക്കും ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് നോക്കാടി എന്ന് പറഞ്ഞപ്പോ എന്റെ മോനെ ഭയങ്കര ഒരു സൈഡ് കുറച്ച് സപ്പോർട്ട് ഉണ്ടല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മാമ്മ അറിഞ്ഞു, എന്റെ അനിയത്തി അറിഞ്ഞു. ആദ്യം തന്നെ അമ്മയോടാ പറഞ്ഞു. കാരണം അമ്മ സപ്പോർട്ട് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ പേരൻസ് സമ്മതിക്കാതെ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയായിരുന്നു ആദ്യമേ. പക്ഷെ അങ്ങനെ എന്റെ സൈഡ് അമ്മ ആദ്യമേ പറഞ്ഞുകൊണ്ട് ഓക്കെയാണ്. എൻ്റെ വീട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നു. പക്ഷെ ഇവൻ ചോദിച്ച ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയം വേണം. എനിക്ക് കുറച്ച് സമയം തരണം എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായിട്ട്. അതെന്റെ വീട്ടുകാർക്കും ഓക്കെ ആയിരുന്നു, എനിക്കും ഓക്കെ ആയിരുന്നു. ഓക്കെ നീ സമയം എടുത്തോ. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര കരച്ചിലാണ്. ഞാൻ വലിയ കാര്യത്തിൽ പറയും സമയം എടുത്തോ. കുറച്ച് നേരം ഫുൾ ടൈം കരച്ചില്ല. എപ്പോ സമ്മതിക്കും എന്താ പറയാ ഇവിടെ സമയം വേണമെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം ഇവിടെ വീട്ടിൽ സൈഡിൽ പേടിയായിരുന്നോ പറയാൻ വീട്ടുകാരോട്? അത് ഒബ്വിയസ്ലി പേടിയാണ്. കാരണം ലൈക്ക് ഞാൻ പക്ക നായരാ. അപ്പം ലൈക്ക് അറിയാലോ ഒരു അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കാസ്റ്റ് എന്താണെന്ന്. ഞാൻ ക്രിസ്ത്യൻ ആണ്, ഇവൻ നായരാണ്, ഹിന്ദു നായരാണ്. അപ്പം ലൈക്ക് നമ്മള് അത്യാവശ്യം നല്ല ടൈറ്റ് ആണ്. അപ്പം ഇവള് വീട്ടില് സമ്മതിച്ചല്ലോ. ലൈക്ക് അമ്മ എല്ലാ അച്ഛനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഗോയിങ് ഫോർവേഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനും എടുത്തത്. കാരണം ഒരു സൈഡ് സേഫ് ആണ്, ഇനി എന്റെ സൈഡ് ഒന്ന് സേഫ് ആക്കാലോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ.
ഇങ്ങനെ എങ്ങനെ പിന്നെ convince ചെയ്ത് വീട്ടുകാരെ? അത് എന്നെ എവിടെ നിന്ന് തുടങ്ങും? അത് കൊറേ ഉണ്ട്. അത് ഇവന്റെ മിടുക്ക് തന്നെയാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വഴി കൂടെ ഒക്കെ അങ്ങ് പോയി. അതെ, പക്ഷെ അത് ആദ്യം ആരോടാ പറഞ്ഞ? അമ്മയോടായിരിക്കും അല്ലേ? ഇല്ല, ആദ്യം ഞാൻ ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിലാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ലൈക്ക് നമ്മളെപ്പോഴും വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. ഇതൊക്കെ ഞാൻ ഒളിച്ച് സംസാരിക്കില്ല. ലൈക്ക് അവരുടെ ഫ്രണ്ടിലായിരിക്കും ഞാൻ സംസാരിക്കാറ്. പക്ഷെ അത് അവർക്ക് അറിയാം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ലൈക്ക് എനിക്കിഷ്ടമാണെന്നോ അല്ലെങ്കിൽ ലൈക്ക് ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്, ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടി, ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഒന്നും അവരുടെ പറഞ്ഞിട്ടില്ല. അവരിങ്ങനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളൊരു ഇതിലുണ്ട്. മനസ്സിലാക്കിയപ്പോ നല്ലതായിരുന്നു. പിന്നെ അവർക്കൊരു സ്പാർക്ക് തുടങ്ങിയല്ലോ, ഇതെന്ത് എപ്പോഴും ഇവിടെ വിളിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തും. പക്ഷെ എന്നെ കുത്തിയാലേ എനിക്കധികം എഫക്റ്റ് ആവൂല. ഞാൻ അങ്ങനെ ഇങ്ങനെ ഇവൻ ഒരിക്കലും തിരിച്ചു പറയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കോ ആനെ ഇവിടെ കെട്ടു അങ്ങനത്തെ ഒരു കാറ്റഗറി ക്യാരക്ടറേ അല്ല. അവരെ ഞാൻ അധികം എന്താ പറയാ, അവരെയും വേദനിപ്പിക്കത്തില്ല, നമ്മളെയും വേദനിപ്പിക്കില്ല, ബാഡിലോട്ട് കൊണ്ടുപോകത്തില്ല. എനിക്കറിയാലോ ലൈക്ക് അവരെന്തുകൊണ്ടാ അത് പറയുന്നതെന്ന് എനിക്കറിയാം. ലൈക്ക് അവർക്ക് വേറൊരു ലൈക്ക് അവർക്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവളെ പറ്റി ഒന്നും അറിയില്ല. ലൈക്ക് ഇവളെ ക്യാരക്ടർ അറിയില്ല, ഇവളെ സ്വഭാവം അറിയില്ല. അതെ, ഇവരുടെ പേരൻസിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് ജീവിച്ചു വന്ന രീതി ശൈലിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല, എനിക്ക് ഇവിടെ കെട്ടാൻ പറ്റുന്ന പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവർക്ക് സമയം കൊടുത്തു, എനിക്ക് സമയം. അതുകൊണ്ട് പിന്നെ ഞാൻ പതിയെ എൻ്റെ കസിൻസ് അത് കുറച്ച്, കാരണം ഇവൾക്ക് കുറച്ച് അല്ല, ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് വീട്ടിൽ സമ്മതിപ്പിച്ചത്, ആരുടെ വീട്ടിലാണ് പ്രശ്നം. എന്റെ വീട്ടിലായിരുന്നില്ല, ഗോകുലിന്റെ വീട്ടിലായിരുന്നു പ്രശ്നം. പിന്നെ ഇവൻ എങ്ങനെയാണ് റൂട്ട് മാപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിലേറ്റീവ്സും എല്ലാരും ഒരു ഘടകം ഞാൻ ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് എനിക്ക് സപ്പോർട്ടീവായി വല്യമ്മയാലും വല്യച്ഛന്മാരൊക്കെ എന്റെ സീരിയലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്നെ ഇഷ്ടമുള്ളൊരു അമ്മമാർക്കും അച്ഛന്മാർക്കും അതുകൊണ്ടൊരു പ്രശ്നം. ഇവളെ അറിയാം, പക്ഷെ ഇവളെ ക്യാരക്ടർ അറിയിക്കണമല്ലോ. പക്ഷെ ഇത് എങ്ങനെ അറിയിക്കും? ടിവിയിൽ മൊത്തം വില്ലത്തരും മൊത്തം സാധനങ്ങൾ. അവര് പറയുന്ന പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇത് തന്നെ ഇവള് വേണ്ട, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ലൈക്ക് എൻ്റെ വൈബിനനുസരിച്ച് കുറേ കസിൻസ് ഫാമിലിയിലുണ്ട്. അപ്പോൾ ആദ്യം അവരായിട്ട് ഇവർ കണക്ഷൻ കഴിഞ്ഞാൽ ഇവൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ട്, അതായത് ഇവൾക്കൊരു വിശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ പതിയെ എൻ്റെ ക്ലോസ് കസിൻസിനെ ഞാൻ പതിയെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ആദ്യമായിട്ട് അത്യാവശ്യം നമ്മൾ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയ എൻ്റെ ഫാമിലി കൺസൾട്ടന്റ് സച്ചിചേട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും എടുത്ത് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ലൈക്ക് എന്റെ സ്വന്തം ചേട്ടനൊക്കെ അറിയാം കേട്ടോ, സ്വന്തം ചേട്ടൻ ഏട്ടത്തേക്കൊക്കെ ഓൾറെഡി അറിയാം. അവരുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു പക്ഷെ അവർക്ക് എടുത്തിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ലൈക്ക് അത് ഞാൻ തന്നെ പറയണം. ഈ സച്ചിചേട്ടനാണെങ്കിൽ പോലും ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടില്ല, എല്ലാം ഇവനിലൂടെയാണ് ഫുൾ ചെയ്യിപ്പിച്ചത്. ഞാനും കൂടെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ പറയാം, അവിടെ പോയിട്ട് ഇവിടെ പോയാ ചേട്ടൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പറയടാ, വീട്ടിൽ പറയണം. ബിക്കോസ് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, 200% ജെന്യുവൻ ആയിട്ടാണ് സ്നേഹിക്കുന്നത്. വേറെ ഒരു കള്ളത്തരം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇവളെ പറ്റിയുള്ള ഇവളെ ക്യാരക്ടർ ലൈക്ക് ഇവളെ ആരാണെന്നുള്ളത് എന്റെ ഫാമിലിയിലുള്ളവർക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു മെയിൻ ഒരു ഘടകമുണ്ട്, കൃഷ്ണൻ. അതൊക്കെ പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഉണ്ട്. 2-3 എപ്പിസോഡൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ലൈക്ക് എന്താ പറയാ, പിന്നെ സച്ചുവിന്റെ പുള്ളിക്കാരന്റെ എൻഗേജ്മെന്റിന് അന്ന് ഞാൻ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മളെ ഫാമിലിയിൽ. അതായത് ഞാൻ കാരണം സച്ചുവേട്ടനായിട്ട് ഇവൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഇവളെ വിളിച്ചിട്ടല്ല വന്നത്, സച്ചുവേട്ടൻ ഇവളെ ഡയറക്റ്റ് വിളിച്ചു കല്യാണത്തിന്. അപ്പം കുഴപ്പമില്ലല്ലോ, ഞാൻ കൊണ്ടുവന്നല്ലോ കുഴപ്പമുള്ളൂ. അപ്പൊ പിന്നെ സച്ചുവേട്ടൻ്റെ അടുത്ത് അതും ഞാനും സച്ചുവേട്ടൻ കൂടെ പ്ലാൻ ചെയ്താണ് ഇവളെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വിധം മനസ്സിലായി, എല്ലാവർക്കും ഇവളെ അറിയുകയും ചെയ്യാം. കുറച്ച് സെലിബ്രിറ്റി എല്ലാം ഉള്ള ഒരു ഇതുള്ളതുകൊണ്ട് എല്ലാവർക്കും വന്ന് സംസാരിക്കാം. അങ്ങനെ അന്ന് എല്ലാ കസിൻസും ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ്. അങ്ങനെ എല്ലാരെയും പരിചയപ്പെട്ട് അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ അവർക്കൊക്കെ കസിൻസിനൊക്കെ അറിയാം. കസിൻസിനൊക്കെ അന്ന് വന്നപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പരിചയപ്പെട്ടു. അപ്പൊ അന്ന് നമ്മുടെ മെയിൻ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലി എന്ന് പറഞ്ഞ ഫാമിലിയുള്ള എല്ലാ ആൾക്കാരും, അത് അച്ഛൻ, അമ്മ, വല്യച്ഛൻ, വല്യമ്മ,
അതിന് കുറെ ഉണ്ട്. task ആണല്ലേ? 4 വലിയ 4 വല്യമ്മ. ഇവർക്കൊരു ബിഗ് ഫാമിലിയാ. ഞങ്ങളുടെ ഫാമിലി ഒക്കെ നാട്ടിലാ, മൂവാറ്റുപുഴ. ഇവരുടെ ഫുൾ ട്രിവാൻഡ്രത്ത് അടുത്തടുത്താ താമസിക്കുന്നത്. ഫുള്ളുണ്ട്, ഒരു വലിയ കൂട്ടുകുടുംബം തന്നെയുണ്ട്. അപ്പൊ അവരെല്ലാവരെയും കൺവിൻസ് ചെയ്യണം. അറിയണം ഞാൻ ഒരു കുട്ടീനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് പക്ഷേ റിലേറ്റീവ്സ് എല്ലാരും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ എന്റെ അടുത്ത്. അങ്ങനെ എല്ലാരെയും ആ സംഭവത്തെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ഒരു വിഷയമായി, സംസാരിക്കാനുള്ള വിഷയം. അന്നൊക്കെ എന്റെ അച്ഛനൊക്കെ ഭയങ്കര ഉടക്കായിരുന്നു എന്റെ അടുത്ത്. അന്നൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ടു, സംസാരിക്കില്ല. എന്റെ അടുത്താണെങ്കിലും ചിരിക്കത്തില്ല. അതിന് മുന്നേക്കെ ഇവിടെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ലൈക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യാം. അമ്മയൊക്കെ എന്ത് നമ്മള് റിലേഷനിലാണെന്ന് അറിയുന്നതിന് മുന്നേ ആ മോളെ സുഖല്ലെന്ന് അറ്റ്ലീസ്റ്റ് റിലേഷൻ ആണെന്ന് ഇത് കിട്ടിയതിന് ശേഷം അതാണ് മെയിൻ ഇഷ്യൂ. അതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. ഇനി അടുത്ത കസിൻ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി ആകുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജനറേഷനിൽ. ഞാനുണ്ട്, വേറെ ചേട്ടനും കൂടെ ഉണ്ട്. അപ്പം ചേട്ടൻ ഇപ്പം ഇന്ന് നടക്കുമായിരിക്കും. അപ്പം പിന്നെ എൻ്റെതാണ് ഇനി എല്ലാവരും ഒറ്റ നോക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരും ഭയങ്കര കമ്പനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ലൈക്ക് എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാം ഭയങ്കര കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യം. അപ്പം ഞാൻ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ലൈക്ക് ഇനി അടുത്ത കല്യാണം നടക്കണ്ടോ? ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി അമ്മ അച്ഛൻ സംഭവിച്ചാൽ മതി. സെറ്റാക്കിയാൽ മതി പറഞ്ഞാൽ മതി. അത് അച്ഛനമ്മ കാണും കേട്ടോ, കൂടെ നിൽക്കുമ്പോൾ കാണും ഇതൊക്കെ പറയുമ്പോൾ. അച്ഛൻ നീ വരുന്നുണ്ടോ വണ്ടി കയറി പോവാന്ന് പറയും. അപ്പൊ പിന്നെ അവര് ടോണൊക്കെ മാറും. അവര് അച്ഛൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അതെ. എന്താ വിളിക്കുന്നത്? നല്ലൊരു പേര് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിളിക്കുന്നത് കാക്കറോട്ടി എന്നാണ്. കാരണം അവന്റെ ഇൻസ്റ്റാഗ്രാമിലെ പേര് ആയം കാക്കറോട്ട്. കാക്കറോട്ട് എന്ന് പറയുന്ന ഒരു അനിമ ക്യാരക്ടർ, ഒരു അനിമെ കാർട്ടൂൺ ക്യാരക്ടറിന്റെ ഒരു പേരാണ്. അതില് ഗോകു എന്നാണ് വിളിക്കുന്നത് ആ ക്യാരക്ടറിന്റെ. എല്ലാരും ഗോകു അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ കാക്കറോട്ട് എന്ന് കിടക്കുന്നതിന് ഒരു ഈ ചേർത്ത് സ്നേഹത്തോടെ കാക്കറോട്ടി എന്ന് വിളിച്ചു തുടങ്ങി. എല്ലാരും ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത് കാക്കറോട്ടി. അല്ല, ഈ റിലേഷൻഷിപ്പ് ആകുന്നതിന് മുമ്പും ഇത് തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. ആ മുന്നേ അങ്ങനെയാണ് കാക്കറോട്ടി. മതി ഒരുപാട് കാക്കറോട്ടിന് വിളിച്ചു ബാക്കിയുള്ളവർ വിചാരിക്കണ കാക്രോച്ച്. ആ യൂട്യൂബ് ചാനൽ എന്തോ ഗഗറൂട്ട് യൂട്യൂബ് ചാനലുണ്ട് ഗൂഗിൾ കാക്കറൂട്ട്. അങ്ങോട്ട് എന്താ വിളിക്കുന്നത്? നോ POTTI എന്ന് പറയും. ഞാൻ പറയാം പൊട്ടിന്നാ വിളിക്കുന്നത്. പക്ഷെ ഞാൻ പൊട്ടത്തര കാണിക്കുന്നോണ്ടല്ല എന്നെ അങ്ങനെ വിളിക്കുന്നത്, സ്നേഹത്തോടെ വിളിക്കുന്നത്. പൊട്ടി കാക്കറോട്ടി. ഞങ്ങൾ അതുകൊണ്ട് പൊകാന്നായിട്ടിരിക്കുന്നത് നമ്മളൊരു ടീം നെയിം. പൊക. അതുകൊണ്ട് കല്യാണത്തിന് പൊക പാർട്ടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നതിന് ഞങ്ങള് പൊകാന്നാണ് പേരിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ നടക്കുമെന്ന് അറിയത്തില്ല.